നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിൽ പരാതി പ്രളയമായിരുന്നു. ഈ പരാതികൾ പരിഹരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സർക്കാർ. അതിനായി റവന്യൂ മന്ത്രി പ്രത്യേക യോഗം വിളിച്ചു. ജില്ലാ കലക്ടറെ കൂടാതെ സ്പെഷ്യൽ ഓഫീസർമാരെയൊക്കെ നിയോഗിച്ച് നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഇത് എത്ര കണ്ട് വിജയിക്കും എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. നവകേരള സദസ്സിലെ പരാതികൾക്ക് പരിഹാരമാകുമോ? സ്വാഗതം ന്യൂസ് 18 പൊതുവേദിയിലേക്ക്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ്, ഇത്രമാത്രം പരാതികൾ ഈ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇതെല്ലാം സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയായിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഹലോ, നമസ്കാരം. നമസ്കാരം. പിന്നെ പരാതികൾ കുറെ ഉണ്ട്. ഞങ്ങളെ ജില്ലയിൽ നിന്ന് 5755 പരാതികളുണ്ട് ഈ മഞ്ചേരിന്ന്. അപ്പോ അത് അവര് നോക്കി തരം തിരിച്ച് അവര് ഒരു കടലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൽസ്ഥിതി അറിയാം എന്നും പറഞ്ഞിട്ട് അതില് ഞങ്ങള് വിവരങ്ങളെല്ലാം അറിഞ്ഞു. ഞാനും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ ചേട്ടണം. വിവരങ്ങളെല്ലാം അയച്ചിട്ടുണ്ടോ? ഞാൻ 8 പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ 8 പരാതിന്റെ തൽസ്ഥിതി അറിഞ്ഞു. ഈ പരാതികളൊക്കെ അതില് ഒരാളോട് എന്റെ ഒരാള് വേണ്ടപ്പെട്ട ഒരാൾ ഒരു സ്ഥലത്ത് ഉണ്ട്, ഇങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ് ചങ്ങായി ഇതൊക്കെ ഇങ്ങനെ പിന്നെ UDF-കാര് പറയുന്നുണ്ട് ഇതൊക്കെ കൊണ്ടുപോയി കത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണോ ചോദിച്ചു? ഓല അത് പറയും, പക്ഷെ അത് കത്തിച്ചൊന്നുമില്ല. അതിന്റെ എല്ലാ ഗുണഭോക്താക്കൾക്കും അതിന്റെ കാര്യങ്ങൾ അയക്കും, അത് ശരിയാക്കി കൊടുക്കും എന്നുള്ളതാണ് സർക്കാർ ഉത്തരവ്. ഞങ്ങളൊക്കെ രാവും പകലും അതിന് പണിയെടുക്കുകയാണ് എന്ന് എന്നോട് പറഞ്ഞു. ഓരോ ഒഴിവ് ദിവസങ്ങളിൽ ഇപ്പൊ പോണം പോലോ വല്ല തൊട്ട് കഴിക്കാൻ അതിന് വല്ല എക്സ്പെൻസ് കൊടുക്കും, എന്നാലും ഓല അത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ശ്രീ മുഹമ്മദിനെ പോലെ ഞാനും വിശ്വസിക്കുകയാണ് ഈ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന്. ഉമേഷ് എന്നൊരു പ്രേക്ഷകൻ പാലയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ഉമേഷ്, ഇതുപോലെ വല്ല പരാതിയും കൊടുത്തിരുന്നോ നവകേരള സദസ്സിൽ? എന്റെ പൊന്നു സാറേ, പരാതി കൊടുക്കാൻ പറ്റാ പ്രദേശത്തോട്ട് പോയില്ല. ഇത് 8 കൊല്ലത്തെ ഭരണത്തിന്റെ മികവായി ഈ പരാതി. 8 കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റാത്ത പരാതി ഇനി ഈ 2.5 കൊല്ലം കൊണ്ട്, 2 കൊല്ലം ഉള്ളൂ. 2.5 കൊല്ലം എന്ന് പറയുന്ന ഇലക്ഷൻ പ്രചരണം ഒക്കെ ആയിട്ട് പോകും. ഈ 2 കൊല്ലം കൊണ്ട് ഇനി എന്നാ ചെയ്യാനാണെന്ന് നിർത്തിയിരിക്കുന്നത് ഒന്നും സാറേ. ഇതൊക്കെ ചുമ്മാ കുറെ കാശ് പൊടിച്ചതല്ലാതെ കേരളീയവും നവകേരളീയവും ഗ്രീൻഫീൽഡ് കേരളം ഒക്കെ ആയിട്ട് ചില വായിൽ പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വ്യക്തമായിട്ട് എടുത്തോണം. അപ്പം ഇതൊക്കെ ചുമ്മാ ആ മതിലെങ്കിലും ഒന്ന് കെട്ടിക്കൊടുത്താൽ മതിയായിരുന്നു. കാരണം എന്താ, സ്കൂളുകളിലെ മതിലെല്ലാം പൊളിച്ചിട്ട് അത് കെട്ടായിരുന്നെങ്കിൽ ഈ സാമൂഹ്യ വിരുദ്ധര് കയറി അവിടെ അഴിഞ്ഞാടും. അപ്പൊ അതെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ വളരെ നന്നായിരിക്കും സാറേ. അല്ല ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൂപ്പി എന്നൊരു പ്രേക്ഷകൻ. സൂപ്പി വയനാട്ടിൽ നിന്നാണോ വിളിക്കുന്നത്? ശ്രീ സൂപ്പി എന്ത് ധരിക്കുന്നു? ഈ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരമാകും എന്ന് സൂപ്പി കരുതുന്നുണ്ടോ? നമസ്കാരം. നമസ്കാരം. പിന്നെ പരാതി സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം പരാതി പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2 പരാതി കൊടുത്തിട്ടുണ്ട്. ശരി. എന്നെ വിളിച്ചിട്ടില്ല. എന്റെ പ്രദേശത്തുള്ള 1-2 വിളിച്ചപ്പോ അവർ കൊടുത്തപ്പോ അവര് വിളിച്ചിട്ടുണ്ടെന്നാണ്. ആദിവാസികളാണ് എന്റെ പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർ അവർ കൊടുത്തിട്ടുണ്ട്. ശ്രീ സൂപ്പി പരാതി നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൽസ്ഥിതി പലരെയും അറിയിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ നേരത്തെ വിളിച്ചൊരു പ്രേക്ഷകൻ പറഞ്ഞത്. ശ്രീ സൂപ്പിക്കും അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ പെട്ടെന്ന് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കിട്ടുന്ന വിചാരിക്കുന്നത്. ഞാൻ വയലിന്റെ പ്രശ്നമാണ്. റേഷൻ കാർഡ്, എന്റെ റേഷൻ കാർഡ് താഴെയായിരുന്നു. ഇത് നേരെ ആക്കി കളഞ്ഞു. കാരണം ഞാൻ ഭിന്നശേഷിക്കാരനാണ്. എന്റെ കാർഡ് അതൊക്കെ തന്നെ ഞാൻ കൊടുത്തത്. പരിഹരിച്ചെന്ന് വിശ്വസിക്കണം. ഇത് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടൊന്നും ഇത് നടന്നില്ല അല്ലേ ശ്രീ സൂപ്പി? എന്തോ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നോ? ഇല്ല, കൊടുത്തിട്ടില്ല. കാരണം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവരല്ലേ നമ്മളെ കാർഡ് വെട്ടിയത്. ഏതായാലും ശ്രീ സൂപ്പി പരാതി ഇപ്പോൾ VVIP സ്വഭാവത്തിൽ പരിഗണിക്കും. അല്ല, സൂപ്പിയുടെ മാത്രമല്ല, ഈ നവകേരള സദസ്സിലെ പരാതികൾ മുഴുവൻ VVIP സ്വഭാവത്തിൽ പരിഗണിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. പെട്ടെന്ന് നടപ്പിലാകട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കണം. സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ കാസർഗോഡ് നിന്ന് ചേരുന്നു. ശ്രീ സന്തോഷ്, എങ്ങനെ വിലയിരുത്തുന്നു ഈ പരാതി പ്രളയത്തെ? ഇത് എത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും സന്തോഷ്? ഈ വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലൊക്കെ പരിഹരിക്കേണ്ട അങ്ങനത്തെ പരാതിയൊക്കെ വേഗം പരിഹരിക്കപ്പെടും. ബാക്കിയുള്ള ഇപ്പം ഭൂമി തരം മാറ്റുന്നത് അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഒരുപാട് ലൈഫിന്റെ ഒക്കെ ഇതുണ്ട്. അതൊന്നും വേഗം പരിഹരിക്കാനൊന്നും സാധ്യതയില്ല. പിന്നെ ഈയിടയ്ക്ക് വാർത്തയിൽ തന്നെ കേട്ടു, ഒരാള് ഒരു
സഹകരണ ബാങ്കില് 3.5 ലക്ഷം രൂപ അങ്ങാണ്ട് കടമുണ്ടായിരുന്നു. ജപ്തിയുടെ വക്കിലെത്തി. അപ്പൊ അയാൾ ആ പരാതി കൊടുത്തു. അവസാനം അവിടുന്ന് റിപ്പോർട്ട് വന്നു, നിങ്ങളെ 500 രൂപ കുറച്ചിട്ടുണ്ട് പരാതിന്ന്. പരാതി കൊടുത്തിട്ട് 500 രൂപ നിങ്ങൾക്ക് കുറച്ച് തന്നിട്ട് ബാക്കി അടച്ചായിന്ന് പറഞ്ഞു. 500 രൂപ കുറയ്ക്കാനാണെങ്കിൽ ഈ പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല. 500 രൂപ വണ്ടിക്കൂലിയും കൊടുത്ത് രാവിലെ അവിടെ ചെലവും കൊടുത്ത് പോകേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയാണോ ഒരു പരാതിക്ക് പരിഹാരം കണ്ടത്? ഹലോ സാറേ, ഞാനൊരു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരാളാണ്. ശരി. എനിക്ക് ഇത്ര 5 മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല. ശരി. പിന്നെ അത് മാത്രല്ല, ഇവര് മസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. മസ്റ്റർ ചെയ്യാൻ ഈ കഴിഞ്ഞ അപ്പുറത്തെ പെൻഷൻ കൊണ്ടുതരുന്നതിന്റെ അന്നാ പറഞ്ഞ നിനക്ക് പെൻഷൻ ഇല്ല, മസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് എന്നോട് ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആളെ ഞാൻ എവിടെ പോയി മസ്റ്റർ ചെയ്യും? 5 മാസം ഈ ക്രിസ്മസിന് പോലും പെൻഷൻ കിട്ടിയിട്ടില്ല. കറക്റ്റ് മാസത്തിൽ ഈ മറ്റേ പഞ്ചായത്തിന് മലിനീകരണത്തിന്റെ അത് പൈസ മേടിക്കാൻ വരുന്നുണ്ട് അവര് 50 രൂപത്തോല്. കറക്റ്റ് കറണ്ട് ബില്ല് ഇല്ലെങ്കിൽ ഇപ്പൊ പിന്നെ അതിനൊന്നും മസ്റ്ററിംഗ് ആവശ്യമില്ലല്ലേ? കറണ്ട് ഉപയോഗിച്ചോ ഇല്ലയോ എന്നൊക്കെ അവര് വന്ന് പരിശോധിച്ച് എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല. ശരി, അതെനിക്ക് മനസ്സിലായി. അത് മാത്രല്ല, അതിദാരിദ്ര്യയുടെ പട്ടികയിൽ ഇനി ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ലെന്ന് പിണറായി ഇടയ്ക്ക് പറഞ്ഞത്. ഇടയ്ക്ക് നമ്മള് വാർത്തയായിട്ട് കൊല്ലത്ത് ഒരു അതിദാരിദ്ര ഒരു വീട്ടുകാര്, ഒരു ക്യാൻസർ പേഷ്യന്റ് ആയ ഒരു അമ്മയും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നിടത്ത് ഒരു കുടിലിൽ താമസിക്കുന്നവര് അവരെ കുടിവെള്ളത്തിന്റെ 5000 രൂപ അതുവരെ കട്ടാക്കി ലാസ്റ്റ് ഒരു പ്രവാസിയാകാണ്ട് ആ പൈസ കൊടുത്ത് അത് ഇത് കടം വീട്ടിയത്. ഏതായാലും ശ്രീ സന്തോഷിന്റെ ഈ ശബ്ദം അധികൃതർ കേൾക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. സന്തോഷിന്റെ പിന്നെ അപകടം പറ്റി കിടപ്പിലാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അസുഖം ഭേദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ശിവദാസൻ എന്നൊരു പ്രേക്ഷകൻ ബാലരാമപുരത്തു നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ശിവദാസൻ വല്ല പരാതിയും കൊടുത്തിരുന്നോ? ശ്രീ ശിവദാസൻ ഈ നവകേരള സദസ്സിൽ. സാറേ നമസ്കാരം. ഒരു പരാതിയും കൊടുത്തില്ല. കാരണം എന്തോന്ന് സാറേ പരാതി കൊടുക്കാൻ, ഇത് എന്തോന്ന് സാറേ ഇത് നടത്തുന്നു സാറേ? ഒരു പെൻഷൻ പണവും കൊടുക്കാൻ നിവൃത്തിയില്ല, മരുന്നില്ല, അരിയില്ല, വിലക്കയറ്റം. ഇത്രയും മനുഷ്യന്മാര് പൊറുതി കൂട്ടി കൊറോണ കഴിഞ്ഞ് ഇത്തിരി പച്ച പിടിച്ച് വന്നപ്പോ അതിൽ പിരിച്ചുകിട്ടിയ പൈസ കൊണ്ടുവന്ന് തിന്ന് മുടിച്ച് ഡെയിലി കോടിക്കണക്കിന് രൂപയും പാവപ്പെട്ട പിള്ളേരെ അടിച്ചു കൊല്ലാനും, ഡിവൈഎഫ്ഐയിലും SFIയിലും യൂത്ത് കോൺഗ്രസിലും നമ്മളെ മക്കളാണ് അടിച്ചു കൊല്ലാനും ക്രൂരമായ രാജാവ് രീതിയിൽ പ്രചരണം നടത്തി എന്താ പറയാ പ്രവചകളെ പിടിച്ച് ഗുണ്ടകളാക്കി അവരെല്ലാം കടിച്ചു മുടിച്ച് അവരെന്താ നന്നാക്കാൻ കറണ്ട് ബില്ല്, വെള്ളക്കരം, വീട്ടുകാരം, ഒരു കൊച്ചു ജനിച്ചാൽ പോലും ഇപ്പൊ കരമടയ്ക്കും, എന്നാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. എന്നിട്ട് ഈ അങ്ങേരി മുഖ്യമന്ത്രി ഇവിടുന്ന് പോകുമ്പോൾ 2 ലക്ഷത്തി ചില്ലാവരും പരാതികൾ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. അനക്സിൽ തന്നെ വകുപ്പ് മന്ത്രിമാർക്ക് അവിടെ തന്നെ 200, 400, 3000 ഉണ്ടായിരുന്നു. ഇതിന് ഒന്ന് പരിഹരിച്ചു കൊടുക്കാതെ എന്തിനാണ് ആലിബാബ 40 കള്ളന്മാരും ഇറങ്ങി നടത്തി BJPക്ക് സീറ്റ് ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഇയാളെ പച്ച നാടകമല്ലേ സാറേ ഇത്? 5 സീറ്റിന് കിട്ടാൻ വേണ്ടിയുള്ള ഇപ്പോൾ 6,21,270 പരാതികളാണ് ലഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എറണാകുളം ജില്ലയിൽ ഇനി കുറേ പരാതി കിട്ടാനുമുണ്ട് അവിടെ ഇത് നടത്താൻ പറ്റാത്തതുകൊണ്ട്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. പ്രസന്നൻ എന്നൊരു പ്രേക്ഷകൻ മാളയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ പ്രസന്നന് എന്ത് തോന്നുന്നു? നമ്മൾ അമിത പ്രതീക്ഷയാകി പോകുമോ ഈ പരാതികൾ പരിഹരിക്കും എന്നുള്ളത്? സാറേ എനിക്ക് 2 കാര്യമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതായത് കണിശമായിട്ടും ഈ സർക്കാരുകൾ ഇത്തരം പരിപാടികൾ നടത്തുന്നത് കുറെയൊക്കെ ഗുണകരമാകും, കുറെയൊക്കെ പരിഹാരം ഉണ്ടാവും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ മറ്റൊരു വശം എന്ന് പറയുന്നത് കഴിഞ്ഞ 50 വർഷമായിട്ട് എന്റെ മനസ്സിൽ ഉള്ള ഒരു വ്യാകുലത, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ അമിതമായ വലിയ സംഖ്യകൾ ഈ പിരിവെടുക്കുമല്ലോ. ഈ പരിപാടികൾ നടത്തണമെങ്കിൽ വലിയ സംഖ്യ വേണം. അപ്പൊ ഈ വലിയ സംഖ്യകൾ ഈ പിരിവെടുക്കുമ്പോ സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തു കൊടുക്കേണ്ടി വരില്ലേ എപ്പോഴെങ്കിലും അവര് സമീപിക്കുമ്പോ? ആ ഒരു ഭയം എന്റെ മനസ്സില് ചെറുപ്പത്തിലേ ഉള്ള ഒരു ഭയമാണ്. എനിക്കിപ്പോ പ്രായമായി. എന്നാലും ഈ പ്രസിഡന്റ് എനിക്ക് തോന്നുന്ന ആളുകളിലൊക്കെ ഒന്നും പ്രത്യുപകാരം ചെയ്ത് കൊടുക്കാറില്ല. പലപ്പോഴും ഇവർ എല്ലായ്പ്പോഴും എന്നല്ല ഞാൻ പറയുന്നത്, ചിലര് അവരുടെ പാർട്ടി അനുഭാവികളിൽ നിന്ന് വാങ്ങിക്കുന്നു, ചില ആളുകൾ പലപ്പോഴും ഭീഷണിപ്പെടുത്തി വാങ്ങിക്കുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ടെലിഫോൺ രേഖകളൊക്കെ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങൾ വഴിയൊക്കെ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പലതരത്തിലുണ്ട്. പക്ഷേ നവകേരള സദസ്സിന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ എന്തെങ്കിലും പരാതി കൊടുത്തിരുന്നോ? ജയകുമാറിൻ്റെ സുഹൃത്തുക്കളോ ആരെങ്കിലും പരാതി കൊടുത്തിരുന്നോ? എന്ത് തോന്നുന്നു ജയകുമാറിന്? ഈ പരിഹാരമാകുമോ ഈ വിഷയത്തിൽ?
നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. ഈ നമ്മൾ ഈ പരാതി കൊടുത്താലേ പരാതി കൊടുത്തോണ്ട് എന്താണ് പ്രയോജനം സാറേ? ഇപ്പൊ ആകെ ഇവിടെ ഇപ്പൊ എനിക്ക് എന്റെ അയൽവക്കത്തുള്ള സുഹൃത്തുക്കൾക്ക് കൊടുക്കാനുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. രാത്രി ആയാലോ സന്ധ്യ കഴിഞ്ഞാലോ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എന്താണ് ലൈറ്റ് ഇല്ലാത്തല്ലേ സാറേ ഈ ഗുണ്ടായിസം. ഈ ഇപ്പൊ ഇപ്പൊ തന്നെ സെക്രട്ടേറിയറ്റിന്റെ ഹൃദയഭാഗത്തല്ലേ ഈ മാനവീയത്ത് നടക്കുന്നത്. അതുവഴി യാത്ര ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വഴിക്ക് നമ്മൾ അതിലെ പോയിട്ട് വരികയാണെങ്കിൽ അവിടെ പോലീസ് ഇവരുമായിട്ടുള്ള അടിയും വഴക്കും അടിയാണ് എന്നുള്ളത്, കല്ലേറും അടിയാണ്. ആ പ്രദേശത്തുള്ള ഒരു ദിവസം പോലീസ് ഇപ്പൊ തുറന്നേ പിന്നെ കുറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അതിനൊരു പരാതി കൊടുത്താൽ തന്നെ എന്തിനാണ് ഗുണ്ടായുസം നിർത്തണമെന്ന്? അത് ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? എല്ലാ ദിവസവും ഇന്നലെയും പോലീസുമായിട്ട് അടിയായിരുന്നു. പോലീസ് എത്രയെന്ന് പറഞ്ഞു? ഇന്നലെ അടിയായിരുന്നു. എത്ര ദിവസം പറഞ്ഞു? ഇന്നത്തെ പേപ്പറിലുണ്ടായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ ഇതാണ്. അപ്പൊ ഇവിടെ ഈ പരാതി കൊടുത്തിട്ട് ഇപ്പൊ ഈ വഴി നടക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ മാനവീയത്ത് പോയിട്ടല്ല, അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോ ബൈക്കിലോ കാറിലൊക്കെ വരുമ്പോ സംഭവിക്കുന്നതാണ്. വഴി നടക്കാൻ പറ്റാതെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നൈറ്റ് ലൈഫ് എന്നത് വിദേശ രാജ്യത്തൊക്കെ ആളുകൾ വളരെ മര്യാദപൂർവ്വം ആചരിക്കുന്ന ഒരു രസകരമായ ഒരു കാഴ്ചയാണ്. പക്ഷേ നമുക്കിവിടെ ആളുകളുടെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അത് മദ്യപിച്ച് മതോന്മത്തരായി ആർത്തുല്ലസിക്കാനും മറ്റുള്ളവരെ ദ്രോഹിക്കാനും ഉള്ളൊരു അവസരമാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ രാത്രിയിലുള്ള ജീവിതം അത് രാവിലെയൊക്കെ പണിയെടുത്ത് ക്ഷീണിച്ച് ആളുകൾക്ക് ഒരു രസമാണ്. അത് ആസ്വദിക്കാൻ പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നവും കൂടി നാട്ടുകാർക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നോക്കാം. ശ്രീ ജയകുമാർ, വളരെ നന്ദി അവിടുന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവച്ചതിനും. ബൈജു എന്നൊരു പ്രേക്ഷകൻ തലശ്ശേരിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ബൈജുവിന് എന്ത് തോന്നുന്നു? ഈ ലക്ഷക്കണക്കിന് പരാതികളാണ് ഉള്ളത്, 6 ലക്ഷത്തി ചില്ലാനം പരാതികൾ. ഇതൊക്കെ പരിഹരിക്കാൻ എളുപ്പത്തിൽ സാധ്യമാകുമോ എന്ന് എന്ത് തോന്നുന്നു? എന്ത് സാധിക്കുന്നൊക്കെ പറയുന്നത് നമ്മളൊരു പരാതി ബാങ്കിൽ കൊടുത്തിട്ട് നമ്മളവരെ വിളിപ്പിച്ചിട്ട് നമ്മള് പറഞ്ഞിങ്ങനെ മുഖ്യമന്ത്രിന്റെ ഇതിന്റെ പരിപാടിക്ക് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ വരുന്നത് എന്തെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്തു പറഞ്ഞ സമയത്ത് ഞമ്മക്ക് ആകെ ചില്ലറ പൈസ കുറച്ച് തന്നത്. പിന്നെ അതുപോലെ 10-22 കൊല്ലം നമ്മള് പേര് അയച്ചിട്ട് ഇന്ന് വരെയായിട്ട് നമ്മളൊരു പേരും വിളിച്ചിട്ടില്ല, ഒന്നും വിളിച്ചിട്ടില്ല. പിന്നെ എന്തെന്ന് പിന്നെ ഇവര് ജനസമ്പർക്ക പരിപാടി ഈ ബാങ്ക് വായ്പ എടുത്താണോ കടപ്രശ്നമാണോ? അതാണോ രാജേഷിന്റെ പ്രശ്നം? ബാങ്ക് ആയിട്ടുള്ള പ്രശ്നമാണ് നമ്മളെ മെയിൻ പ്രശ്നം. അതൊന്നും ഒരു പരിഹാരം ഉണ്ടായില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു അല്ലേ? ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പൊ അവര് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസം 5-ന്റെ ഉള്ളിൽ പൈസ ഉണ്ടായിട്ട് അടക്കണം, അല്ലെങ്കിൽ ജപ്തി ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഇറക്കുന്ന പറയുന്നു. ഏതായാലും അത് എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല. ഏതായാലും രാജേഷ് ഇത്തരം പ്രശ്നങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ നടപടികൾ രാജേഷിൻ്റെ ശബ്ദം അധികാരികൾ കേൾക്കട്ടെ എന്ന് മാത്രമേ എനിക്കും പ്രത്യേകിച്ച് പ്രകടിപ്പിക്കാനാകൂ. ബൈജു, ശരി. അടുത്ത രാജേഷ് എന്നൊരു പ്രേക്ഷകൻ കാസർഗോഡ് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജേഷിന് എന്ത് തോന്നുന്നു? പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ലേ? എല്ലാം പരിഹാരമാകും. അതെയാ? ഇപ്പം ഒരുപാട് പരാതികൾ ഇപ്പൊ പരിഹരിച്ചു വരികയാണ്. ഇപ്പം ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ലോൺ എടുത്തതിനും നമുക്ക് ഈ പൈസ അടക്കാൻ പറ്റി ഗവൺമെന്റിനാവുക. ഒരുപാട് വ്യക്തിപരമായ ലോൺ എടുത്തല്ലോ. അതെ, ചില ആളുകൾ ഇത് വലിയ കടക്കണിയിലായി പോവുകയും അവരുടെ ഇപ്പോൾ ബിസിനസ്സുകൾ അപ്പോൾ അവർക്കൊരു സാവകാശം കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലേ, അങ്ങനെയൊക്കെ ഇതൊക്കെയല്ലേ ഒരു ജനായത്ത സർക്കാരുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, സാധാരണ വ്യക്തികൾ ലോൺ എടുക്കുന്നത് ഗവൺമെന്റിന് അടച്ചു തീർക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് പറ്റില്ല. അവർക്ക് കുറച്ചുകൂടെ സാവകാശം കൊടുക്കുക. വേണ്ടുന്ന പട്ടയ പ്രശ്നങ്ങളിൽ ഒരുപാട് പരിഹാരം കാണുകയാണ് സർക്കാർ. ശരി, അതാണ് മാധ്യമങ്ങൾ എടുത്ത് കാണിക്കേണ്ടത്. അല്ല, മാധ്യമങ്ങളെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്, പക്ഷെ ആളുകളുടെ പരാതിയും കൂടി വരുന്നു മാത്രം. ഏതായാലും വളരെ നന്ദി രാജേഷ് അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതിന്. സാവിത്രി എന്നൊരു പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ സാവിത്രി എന്തെങ്കിലും പരാതി കൊടുത്തിരുന്നോ? നവകേരള സദസ്സിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ രാജൻ, ഈ പരാതി പ്രളയത്തെ എങ്ങനെ വിലയിരുത്തും? സാറേ, പലരും ഈ കള്ള പരാതികൾ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരാൾ കൊടുത്തിരിക്കുന്നത്, ഞങ്ങളുടെ നാട്ടിലെ ഒരാൾ, ഒരു കോൺഗ്രസ്സുകാരൻ കൊടുത്തിരിക്കുന്നതേ, പിന്നെ നിങ്ങൾ 7-8 വർഷമായി ഭരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ മാറിയിട്ട് കോൺഗ്രസ്സുകാർക്ക് ഭരണം കൊടുക്കണം, അങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുക. അത് വളരെ വിചിത്രമായൊരു പരാതിയാണല്ലോ. ഇങ്ങനെ ഇത് വല്ലതും പരിഹരിക്കാൻ പറ്റുമോ? പിന്നെ ആലപ്പുഴയില് പിന്നെ നമ്മുടെ
പുണ്യാളൻ ഉണ്ടല്ലോ നമ്മുടെ ഉമ്മൻചാണ്ടി അവിടെ ഒരു ജനസമ്പർക്ക പരിപാടി നടത്തി 52,000 പരാതിയാണ് കിട്ടിയത്. അത് ഞാൻ അന്വേഷിച്ചു അതിനെ കുറിച്ച്. അതിനകത്ത് പിന്നെ 43,000 പരാതി കട്ടിടക്കകത്ത് എറിഞ്ഞു. ബാക്കി കുറച്ചേ പരാതി പരിഹരിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് ഈ നവകേരളം ഭയങ്കര ധൂർത്താന്ന് പറഞ്ഞൊരു വലിയൊരു പാർട്ടിയുണ്ട് കോൺഗ്രസിന്റെ. പുള്ളി അമേരിക്ക പോയിരിക്കുക 2.5 കോടി രൂപ മുടക്കി ചികിത്സിക്കാൻ. JB മേത്രയും കൊണ്ടാ പരിക്കും, സ്വന്തം ഭാര്യയെ കൊണ്ടുപോയില്ല. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇതിപ്പോ ഒറ്റ അടിക്ക് ഒരു സ്വിച്ച് ഞെക്കി ഇതൊന്നും പരിഹരിക്കാൻ പറ്റുന്നതല്ല. പരിഹരിക്കും, കുറേശ്ശെ പരിഹരിക്കാൻ പറ്റുന്ന പരിഹരിക്കും. പറ്റാത്തത് ഇങ്ങനെ മുഖ്യമന്ത്രി രാജിവെച്ച് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ പരിഹരിക്കാൻ പറ്റുമോ സാറേ? ശരി. ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുരേഷ് എന്നൊരു പ്രേക്ഷകൻ കുണ്ട്രയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേഷിന് എന്ത് തോന്നുന്നു? ഈ പരാതി പ്രളയം എന്തിന്റെ സൂചനയാണ്? ഇത് കേരളത്തിലെ സമൂഹത്തിന് ബുദ്ധിക്ക് തന്നെ വല്ല തകരാറുണ്ടോന്നാണ് എന്റെ ഒരു സംശയം. കാരണം ഈ മന്ത്രിമാരും ഈ മറ്റ് നേതാക്കളുടെയൊക്കെ സംഭവം കേട്ടാല് അവര് തന്നെ ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കുന്നത് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ ഈ പരാതി പ്രവാഹവും അവരുടെ നടപടികളും ഇതൊക്കെ പൊതുവിൽ കണ്ടിട്ട് ഒരുമാതിരി ഈ കേരളം മൊത്തത്തിൽ മന്ദബുദ്ധികളുടെ കേന്ദ്രമാണെന്നോന്ന് എനിക്ക് തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ അനുഭവങ്ങളും ഈ 20 മന്ത്രിമാരെയും തടങ്കലിലാക്കിക്കൊണ്ടൊരു മുഖ്യമന്ത്രിയുടെ യാത്ര, ഈ യാത്രയിലെ മന്ത്രിമാരുടെയൊക്കെ ഈ വാഴ്ത്തുപാട്ടും ഇതൊക്കെ കേൾക്കുമ്പോ ഒരു യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റാണ് എനിക്ക് പോലും നാണം തോന്നുന്നു. കാരണം നാളെ ഇത് കഴിഞ്ഞിട്ട് ഈ പൊതുജനത്തിന്റെ മുമ്പിലോട്ട് വോട്ടിന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് മറുപടി പറയാൻ പലപ്പോഴും നാണൊക്കെ വരും. അത് തന്നെ അതിന്റെ കാരണം. ശരി, അബ്ദുൾ റഹ്മാൻ എന്നൊരു പ്രേക്ഷകൻ ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ റഹ്മാൻ, ഇപ്പോൾ ഇവിടെ വലിയ പരാതി പ്രളയമാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നു, പ്രത്യേക യോഗങ്ങൾ വിളിക്കുന്നു, സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത് ശുഭാപ്തി വിശ്വാസത്തോടെ നോക്കിക്കാണണോ ഈ നീക്കത്തെ? നമസ്കാരം സാറേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പഴയ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് കെട്ടിയിട്ടും 10,000 പോലീസുകാരൊക്കെ അവിടെ നിരത്തിക്കൊണ്ടും രോഗികളായ കാലും കൈയില്ലാത്തവരൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് 5,000 10,000 മാത്രം കൊടുത്തിട്ട് ഒഴിവാക്കിയ കുറച്ച് കേസുകൾ ആ കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടാണ് ഇത് ഒരു പരാജയമായിട്ട് തോന്നുന്നത്. ഇവിടെ ഗൾഫിൽ തന്നെ വന്നിട്ട് ഉമ്മൻചാണ്ടി ഇതേപോലെ പരാതി സ്വീകരിച്ചിരുന്നു. കാരണം തന്നെ ഗൾഫിലുള്ള പ്രവാസികൾക്ക് കേരളം മൊത്തം എഴുതി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്ത പരാതികൾ ഇവിടെ ചാക്കിൽ കെട്ടിയിട്ട് പാർസൽ അയക്കാൻ വെച്ചിട്ട് ആ പാർസൽ പോലും അയക്കാതെ ഇവിടുന്ന് ഈ ഗൾഫിൽ ദ്രവിച്ചു പോയ ഒരു കാലമുണ്ടായിരുന്നു. ആ കണ്ണുകൾ ഉമ്മൻചാണ്ടി മേടിച്ച് അവരോട് അയക്കാൻ പറഞ്ഞു. അവർ ഇവിടെയുള്ള സംഘടനകൾ ആ സാധനം ഇവിടെ സൂക്ഷിച്ചു വെക്കുകയില്ല. കാരണം പറഞ്ഞാൽ അവരുടെ പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് വേണ്ട ഈ ഇവന്മാര് പുറത്തുള്ള സാധാരണക്കാരന്റെ കാര്യങ്ങൾ പരിഹരിക്കാൻ. അത് ഇവരെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്കും നടത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത, നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ മാതിരി കണ്ടമാന പരാതികള്, കാരണം എന്ന് പറഞ്ഞാൽ ശരിയായ പരാതിയിലേക്ക് ഇവരുടെ കണ്ണുകൾ എത്താതിരിക്കാൻ വേണ്ടിട്ട് അതിന്റെ മേലെ കുറെ അഴുക്കുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പരിശോധിച്ച് നല്ല ക്ലിയർ ആക്കിയതിനു ശേഷം അർഹതപ്പെട്ടവർക്ക് സാറ് നോയിക്കോ, ഈ അടുത്ത ഭരണത്തിൽ ഇറങ്ങുമ്പോൾക്ക് ഈ കൊടുത്ത പരാതിയിൽ 100% നടപ്പിലാക്കിയിരിക്കും. അതാണ് പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാജേഷ് കോഴിക്കോട് നിന്നാണോ വിളിക്കുന്നത്? കോഴിക്കോട് എവിടെ നിന്നാ? കോഴിക്കോട് നടുവണ്ണൂർ. ശ്രീ രാജേഷിന് എന്ത് തോന്നുന്നു? രാജേഷ് വല്ല പരാതിയും കൊടുത്തിരുന്നോ? ഞാൻ പരാതിയും കൊടുത്തില്ല സാറേ. പക്ഷെ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് തുടങ്ങിയിരുന്നവരും ഈ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പറഞ്ഞ ഇത് പരാതി സ്വീകരിക്കും, പെട്ടെന്ന് തന്നെ നടപടിയെടുക്കും. പക്ഷെ നമ്മളിതിന്റെ ഈ യാത്ര അവസാനിക്കാൻ പോയാലും MP തന്നെ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ നിന്ന് എന്തോ ഒരു പരാതിനെ പറ്റി പറഞ്ഞ മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞ് ഇത് പരാതി സ്വീകരിക്കണമെങ്കിൽ യാത്രയുടെ ലക്ഷ്യം എന്താണെന്നുള്ള MP മനസ്സിലായില്ല എന്ന് പറഞ്ഞ് MP ശകാരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്ര ഒരു പരിപാടി ജനങ്ങളെ കൂട്ടാൻ വേണ്ടി ആദ്യം തുടങ്ങി കുറെ ആൾക്കാർ പരാതി കൊണ്ടു കൊടുത്തു. പക്ഷെ അതിനുശേഷം പരിപാടി അവസാനിക്കാൻ പോകുന്ന അവസാന ഘട്ടത്തിലെത്തിയ സമയത്ത് ഇത് പരിഹരിക്കാനുള്ളൊരു വേദിയല്ല, അല്ലാണ്ടുള്ള ഒരു വേദിയാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോൾ അവർക്ക് തന്നെ ഉറപ്പില്ല ഇത് എന്തിനു വേണ്ടി നടത്തിയ ഒരു പരിപാടിയാണ്. ശരി, റസൂൽ എന്നൊരു പ്രേക്ഷകൻ കൂടി കൊയിലാണ്ടിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റസൂലിന് എന്ത് തോന്നുന്നു? റസൂൽ വല്ല പരാതി കൊടുത്തിരുന്നോ? ശ്രീ റസൂൽ കേൾക്കാമോ? റസൂൽ അല്ല, റഷീദാണ് കൊയിലാണ്ടി. റഷീദ്, സോറി, ക്ഷമിക്കണം.
ശ്രീ റഷീദ് എന്തെങ്കിലും പരാതി കൊടുത്തിരുന്നോ? ഇല്ല, പരാതി ഒന്നും കൊടുത്തിട്ടില്ല. എന്താ ഒരു പരാതി ഒന്നും ഇല്ലേ? അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല റഷീദിന്? ഇതൊരു ദൂർത്തിയാത്ര എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറ്. കാരണം ആളുകളുടെ പണം വാങ്ങി ഒരു ഉല്ലാസയാത്ര, അതിൽ കവിഞ്ഞ് ഇതില് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കാരണം 6,21,000 പരാതികൾ, 12 ജില്ല, ഇനി 2 ജില്ല ബാക്കിയുണ്ട്. ഇതുവരെ അതിന്റെ ഒരു റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ടോ? നിങ്ങൾ മാധ്യമങ്ങൾ അല്ല, ഞങ്ങള് പരാതികളുടെ കണക്കൊക്കെ എടുത്തു. അത് വേഗത്തിലാക്കാൻ റിസൾട്ടാണ് ഈ യാത്ര കൊണ്ട് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും ഇത് ആളുകളെ വിളിച്ച് വിലയിരുത്തുന്നുണ്ട്. എന്ത് റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്? ഇത് ഒരു രാഷ്ട്രീയ നാടകം എന്നതിൽ കവിഞ്ഞ് ഇതിന്റെ മറ്റൊരു റിസൾട്ട് നമ്മൾ ഇതിൽ കാണുന്നില്ല. കാരണം ഇത്രയും അധികം ആളുകൾ പരാതിക്കാരായിട്ട് കേരളത്തിലുണ്ട്. ഈ പരാതി 8 വർഷം ഭരിച്ചിട്ട് കിട്ടിയ പരാതിയാണ് 6,21,000 പരാതി. അപ്പൊ ഇതിലൊരു റിസൾട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഏതിലാണ് ഒരു റിസൾട്ട് വന്നിരിക്കുന്നത്? ഇപ്പോൾ റഷീദ്, മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. വളരെ നന്ദി വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതിന്. ജോസുകുട്ടി ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോസുകുട്ടിക്ക് എന്ത് തോന്നുന്നു? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കില്ലേ ജോസുകുട്ടി? മനസ്സാറേ, ഇതിപ്പോ പരിഹരിക്കില്ലെന്ന് ചോദിച്ചാൽ എങ്ങനെ പരിഹരിക്കാൻ? ഇതൊന്നും നടപടിയില്ല. ഇപ്പൊ ഇവര് ഈ നവകേരള യാത്രയായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ 2,60,60,000 പരാതികളെങ്ങാണ്ട് കെട്ടിക്കിടപ്പുണ്ട്. ഓരോ ഫയലും ഓരോരുത്തരുടെ ജീവിതമാണെന്നൊക്കെ ജീവനമാണെന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ഓർത്ത് നോക്കിയാൽ ഇപ്പൊ നമുക്ക് മദ്യപാനികളെ തട്ടിയിട്ട് വഴിയാൻ നടക്കത്തില്ല. കുഞ്ഞു കുട്ടികളെ പീഡനവും ബലാത്സംഗം ചെയ്യുന്നു, കെട്ടിച്ചു വിട്ട പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നു. ഇതിനൊക്കെ പോകുമ്പോഴല്ലേ നമ്മൾ കാണേണ്ടത്. ഇത് എങ്ങനെ ശരിയാക്കുമെന്ന് പറഞ്ഞു LDA പോകുന്ന എല്ലാവരും ശരിയാക്കുമെന്ന് പറഞ്ഞു കൊടുത്ത് ഇപ്പൊ ഈ കേരളം പോകുന്നത് നമ്മളൊന്ന് ഓർത്തു നോക്കിയേ. ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ നെറ്റത്ത് കൈവച്ച് പോവാ. കാരണം എന്നാ വെച്ചാൽ നമുക്കിപ്പോ കുഞ്ഞുങ്ങളുള്ളവർക്കൊന്നും ഇപ്പം ഒരിടത്ത് പോകാൻ പറ്റിയാലത്തെ ഒരു അവസ്ഥ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാൻ പറ്റിയാലത്തെ ഒരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുക. ഈ പോലീസുകാർക്കും ഈ ഏമാമാർക്കൊന്നും ഇതൊന്നും നോക്കാൻ നേരമില്ല. മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും പുറകെ നടക്കുന്നല്ല. പരാതിയും കൊണ്ട് ചെന്നാൽ പോലും ഇപ്പം അവര് ഗവനിക്കുന്നില്ല സാറേ. ഗവനിക്കുന്നുണ്ടല്ലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഒരു പരാതി എന്നാ അത് അന്വേഷിക്കുകയോ കാർഡൊന്നും ഇല്ല. സംഭവിച്ചു കഴിയുമ്പോഴേക്ക് പിന്നെ CCTVയുടെ പുറകെ പോകും. അങ്ങനെയൊക്കെ അല്ലാതെ എന്ത് ഇതിന്റെ മാറ്റം വരുന്നു? ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. ശരി, വളരെ വ്യക്തമാണ് ശ്രീ ജോസുകുട്ടിയുടെ പ്രതികരണം. ബൈജു എന്നൊരു പ്രേക്ഷകൻ. ബൈജു എവിടുന്നാ വിളിക്കുന്നത്? ശ്രീ ബൈജു കേൾക്കാമോ? ജോസ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീ ജോസ് പാറ്റ്നയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ശ്രീ ജോസ്, ഇവിടുത്തെ ഈ നവകേരള സദസ്സും അതുമായി ബന്ധപ്പെട്ട യാത്രയൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? വലിയ സംഖ്യ പരാതികളാണ് അവിടെ എത്തിയിട്ടുള്ളത്. ശ്രീ ജോസിന് എന്ത് തോന്നുന്നു ഇത് കാണുമ്പോൾ? ഈ പരാതിയില് ഒരു 50% എന്തെങ്കിലും സാമ്പത്തിക ആനുകൂല്യം കിട്ടുമെന്നുള്ള വിചാരത്തിൽ വന്നതാണ്. അതിന് കൊടുക്കാൻ സർക്കാരിന്റെ എവിടെ പൈസ? ആദിവാസി കുട്ടികളുടെ വണ്ടിക്കൂലി പോലും കൊടുക്കാനില്ലാത്ത സർക്കാർ എവിടുന്നെടുത്ത് കൊടുക്കും? അല്ല, അത് ഒരു പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലാതെ ആളുകൾക്കുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടല്ലോ, സ്ഥലത്തിനെ സംബന്ധിച്ച്, രേഖകൾ സംബന്ധിച്ച്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ആൾക്കൂട്ടമൊക്കെ കെട്ടി വലിച്ചു കൊണ്ടുവന്ന ആൾക്കൂട്ടമാണ്. ഈ മുഖ്യമന്ത്രി തന്നെ പുതുപ്പള്ളിയിലെ എല്ലാ പഞ്ചായത്തിലും 10,000-ഓളം ആൾക്കാരെ കൊണ്ടു നടന്ന ഒരു ഷോ നടത്തി. ആ 10,000-ഓളം 8 പഞ്ചായത്തിലെ 80,000 ആൾക്കാരുടെ വോട്ട് LDFന് കിട്ടിയോ? അവിടെ ഒന്നുമില്ല. ഇതൊക്കെ ഒന്നെങ്കിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പ്രലോഭിച്ചു കൊണ്ടിരുന്ന ആൾക്കൂട്ടമാണ്. ഏതായാലും വളരെ വ്യക്തമാണ് ശ്രീ ജോസിന്റെ അഭിപ്രായം. ഏതായാലും പാറ്റ്നയിൽ നിന്ന് വിളിക്കുകയും നമ്മുടെ പൊതുവേദിയിൽ ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷം. ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ ഏത് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ കേൾക്കാമോ? ഹലോ. ഏത് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളം. എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. എറണാകുളത്ത് പരാതികളൊന്നും സ്വീകരിച്ചിട്ടില്ല അല്ലേ ശ്രീ ഉണ്ണികൃഷ്ണൻ? പരാതി സ്വീകരിച്ചിട്ടില്ല. അല്ല, ഞാൻ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം പറയാനായിരുന്നു. എന്ത് തോന്നുന്നു? പരാതിയിൽ പരിഹാരം ഉണ്ടാകുമോ? പരാതിയിൽ പരിഹാരം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 2 പ്രേക്ഷകന് മുമ്പുള്ള ഒരാള് ഒരു പാർട്ടി അനുഭാവി പറയുകയുണ്ടായി. അല്ല, അവരെന്തോ പറഞ്ഞോട്ടെ. ഞാൻ ഉണ്ണികൃഷ്ണന്റെ അഭിപ്രായം എന്താ ചോദിക്കുന്നത്? എന്റെ അഭിപ്രായത്തില് ഇതിന് യാതൊരു കാരണവശാലും ഇത് 45 ദിവസം പോയിട്ട് 450 ദിവസം കഴിഞ്ഞാൽ ഇതിന് പരാതിക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 10% കൂടുതൽ. അത് ശരി. ഏതായാലും വളരെ വ്യക്തമാണ് ശ്രീ ഉണ്ണികൃഷ്ണന്റെ. വാസു എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വാസുവിന് എന്ത് തോന്നുന്നു? വാസു, തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃശ്ശൂർ ടൗണ്. നഗരത്തിൽ നിന്നാണ്. ശ്രീ വാസുവിന് എന്ത് തോന്നുന്നു? ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ ഉള്ള പ്രശ്നങ്ങളാണോ നമ്മുടെ ഈ കിട്ടിയ പരാതികളൊക്കെ?
ഇതെങ്ങനെ പരിഹരിക്കാനാ? ഞങ്ങളോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, വരുന്നവര് മുഴുവൻ ചോദിക്കണത് സാമ്പത്തിക സഹായം. അപ്പൊ അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ എളുപ്പമല്ല. ഇത് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് തൽക്കാലം പരിഹാരമില്ല, ഉണ്ടാകില്ല എന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടല്ലേ? യെസ്, ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. റിയാസ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം. നിയാസ് എവിടെ നിന്ന് വിളിക്കുന്നു? പത്തനംതിട്ടയിൽ നിന്നാന്ന് തോന്നുന്നു അല്ലേ? ശ്രീ നിയാസിന് എന്ത് തോന്നുന്നു ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇത് തുടങ്ങിയപ്പോൾ മുതലേ ഇത് ഫ്ലോപ്പാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഏത് രീതിയിലാണ് ഈ പരാതികൾ പരിഹരിക്കപ്പെടുന്നതെന്ന് ഇതുവരെയും ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ഇത് പഞ്ചായത്തുകളുടെ ആവശ്യങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ അതേപോലെ തന്നെ തിരിച്ച് പഞ്ചായത്തിൽ അയച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോപ്പി ഇവിടെയും കൊടുത്തു. അത് നേരത്തെ നടപ്പിലാകാത്ത കാര്യമാണ്, ഇവിടെയും നടപ്പിലാകാൻ സാധ്യത ഇല്ലെന്നാണ്. അതെ, വീണ്ടും ഇത് പഞ്ചായത്തിലേക്കാണ് കൊടുക്കുന്നത്. അത് ശരി. ഇപ്പം നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിൽ ഒരു ആവശ്യത്തിന് ഒരു സാധാരണക്കാരൻ ശ്രീ നിയാസ്, നമ്മുടെ സമയം അതിക്രമിച്ചു. ഏതായാലും വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന് വളരെ അധികം നന്ദി. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. 14% ആളുകൾ മാത്രമേ പരാതിയിൽ പരിഹാരമാകൂ എന്ന് വിശ്വസിക്കുന്നുള്ളൂ. ബാക്കി 86% ആളുകൾ ആ വിശ്വാസം വെച്ചു പുലർത്തുന്നില്ല എന്നതാണ് യൂട്യൂബിൽ നിന്ന് വന്നിട്ടുള്ള പൊതു പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി. ഈ പരിപാടി